Money Box. Be financially disciplined. Hello everyone. In the number discussing about the topic different asset classes. എന്താണ് asset class? നമുക്ക് ആദ്യം asset എന്താണെന്ന് നോക്കാം. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. An asset is something which has got value. അത് മാത്രം പോരാ. It has to appreciate in value. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. So what is asset class? Asset class എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതിൽ ഫിനാൻഷ്യൽ അസറ്റ്സും വരും, റിയൽ അസറ്റ്സും വരും. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ്? നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്സ്, ഇതൊക്കെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. നോ, റിയൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള അസറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റ്സ്, സേ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗോൾഡ്, ഇതൊക്കെയാണ് ഫിസിക്കൽ അസറ്റ്സ് അഥവാ റിയൽ അസറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ്സ്, എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം, നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, 50-30-20 റൂൾ. വെറുതെ അങ്ങ് സേവ് ചെയ്താൽ മാത്രം മതിയോ? നമ്മളത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ, അത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അതാണ്, ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ്. ഈ ഒരു സെഗ്മെന്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചില കാര്യങ്ങൾ വെറുതെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എഴുതി പഠിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയും കൂടെ ചെയ്ത് അത് കാണുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വേഗം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മൾ മൈൻഡിൽ വേഗം രജിസ്റ്റർ ആവുകയും ചെയ്യും. അത് എന്നും നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യും, റൈറ്റ്? സോ അതുകൊണ്ടാണ് ഞാൻ ഈ ബോർഡൊക്കെ യൂസ് ചെയ്തത് കേട്ടോ, അല്ലാതെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. സോ നമുക്ക് ഡിഫറെന്റ് അസറ്റ് ക്ലാസ് ഏതാണെന്ന് നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റ്സ് ആൻഡ് മണി മാർക്കറ്റ്സ്, ബോണ്ട്സ്, പ്രോപ്പർട്ടീസ്, commodities, equities, derivatives and alternative investments. ഇതാണ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടക്കുന്ന മേജർ ആയിട്ടുള്ള 7 അസറ്റ് ക്ലാസസ്. ഇതിനകത്ത് നമ്മൾക്ക് ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള ഏതാണ്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യും. എന്നാൽ ഒരു കോമൺ ഒരു നോർമൽ ഇൻഡിവിജ്വലിന് ഈ പറഞ്ഞ എല്ലാ അസറ്റ് ക്ലാസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കില്ല. കാരണം ചില അസറ്റ് ക്ലാസിന്റെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ടിക്കറ്റ് സൈസ് ഒക്കെ വളരെ ഹൈ ആണ്, ചിലതൊക്കെ വളരെ കോംപ്ലക്സ് പ്രൊഡക്ട്സ് ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരും ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. കാരണം നമ്മളുടെയൊക്കെ ഹാർഡ് ഏൺഡ് മണിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതൊക്കെയാണ് ഈ 7 അസറ്റ് ക്ലാസ് ആണ് മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസസ്. സോ വി വിൽ ഗോ ടു ദ ഫസ്റ്റ് അസറ്റ് ക്ലാസ്, ക്യാഷ് ആൻഡ് മണി മാർക്കറ്റ്സ്. എന്താണ് ക്യാഷ് ഡെപ്പോസിറ്റ്സ്? നമ്മുടെ നോർമൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇതൊരു റീറ്റെയിൽ ഇൻവെസ്റ്റർ കാറ്റഗറിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അസറ്റ് ക്ലാസ് തന്നെയാണ്. എന്താണ് ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഇതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് കംപ്രൈസ്ഡ് ഓഫ് എന്താണ്? ഇൻട്രസ്റ്റ് ഇൻകം വിത്ത് നോ പൊട്ടൻഷ്യൽ ഫോർ ക്യാപിറ്റൽ ഗ്രോത്ത്. നമ്മൾ ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒരിക്കലും വരുന്നില്ല. നമുക്കൊരു ഇൻട്രസ്റ്റ് ഇൻകം മാത്രമാണ് കിട്ടുന്നത്. ദ എമൗണ്ട് ഈസ് റീപെയ്ഡ് ഇൻ ഫുൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ടേം. നമ്മളൊരു ഫിക്സഡ് ഡിപ്പോസിറ്റിലാണ്, FD-യിലാണ് ഇടുന്നതെങ്കിൽ അതിന്റെ ഒരു ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവൻ നമുക്ക് തിരികെ കിട്ടുന്നു. ക്യാപിറ്റൽ ഫുൾ റീപെയ്ഡ് ആണ്. ഹൈ ലിക്വിഡിറ്റി ആണ്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ നോർമൽ സേവിങ്സ് ആണെങ്കിലും FD ആണെങ്കിലും നമുക്കൊരു എമർജൻസി ഫണ്ടിന്റെ ആവശ്യം വന്നാൽ എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അത് ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാം. സോ ഹൈ ലിക്വിഡിറ്റി ആണ്. അതുപോലെ തന്നെ സീറോ വോളറ്റിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ സീറോ റിസ്ക് ആണ്. നമ്മുടെ പണമാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതിന് വോളറ്റാലിറ്റി, ഒരു മാർക്കറ്റ് വോളറ്റാലിറ്റി ഒന്നും അഫക്ട് ചെയ്യുന്നില്ല. ബിലോ അല്ലെങ്കിൽ നിയർ ഇൻഫ്ലേഷൻ. നമ്മൾ മനസ്സിലാക്കി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, ആവറേജ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6% ആണ്. നിലവിലെ ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സേവിങ്സിന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യാതെയെങ്കിലും
നമ്മൾക്കൊരു ഇൻകം അതിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഒരു റിട്ടേൺ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മോർ ഓർ ലെസ് ആ ഇൻഫ്ലേഷൻ ലെവലുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു ബാങ്ക് നമുക്ക് നൽകുന്ന, നമ്മുടെ ഡിപ്പോസിറ്റിന് നൽകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു ബാങ്കിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സീറോ റിസ്ക് ആയിട്ടുള്ള ഒരു റിട്ടേൺ. അതുകൊണ്ടാണ് അതിനെ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ മറ്റ് അസറ്റ് ക്ലാസുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ബാങ്ക് ഇൻട്രസ്റ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് എങ്കിലും കിട്ടിയിരിക്കണം. കാരണം ഇത് സീറോ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അതിനെയാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് നമ്മളൊരു കമ്പാരിസൺ പർപ്പസിന് കണക്കാക്കപ്പെടുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് പോലെ യുഎസിലാണെങ്കിൽ യുഎസ് ഫെഡ് റിസർവ്, അല്ലെങ്കിൽ യു കെയിലാണെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ജപ്പാനിലാണെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ, ഇതിന്റെയൊക്കെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച്, നിയന്ത്രണങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ വിധേയമായി പോകുന്ന ഏതൊരു ബാങ്കിൽ നിന്നും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അതാണ് ആ രാജ്യത്തെ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബെഞ്ച് മാർക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. റൈറ്റ്? നോ, ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്നാൽ എന്താണ്? നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് രണ്ട് ഉദ്ദേശത്തിനാണ്. നമ്മളുടെ സേവിങ്സ് നമ്മൾ ആരും വീട്ടിൽ കൊണ്ടുപോയി നമ്മളുടെയൊക്കെ ഷെൽഫിലല്ല സേഫ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടല്ലേ. സോ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് രണ്ട് ഉദ്ദേശത്തിനാണ്. ഒന്ന്, നമ്മുടെയൊക്കെ പണം സേഫ് കീപ്പ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ്. രണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും അതിൽ നിന്നൊരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇൻകം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. നോർമൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഏതാണ്ട് 3% 3 to 3.5% ആണ് നിലവിലെ ഇന്ത്യയുടെ നോർമൽ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്. എന്നാൽ ഇത് നമ്മൾ എഫ് ഡി ആയിട്ട് അല്ലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇടുന്നെങ്കിൽ അതൊരു കോൺട്രാക്ട് ആണ്, ഒരു ഫിക്സഡ് ടേമിലേക്കാണ് ഇടുന്നത്. 1 ഇയറിലേക്കാണെങ്കിൽ അത് ഒരു ഫിക്സഡ് ടേം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ഇൻട്രസ്റ്റ് കിട്ടുന്നു. കാരണം അതൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, അതൊരു കോൺട്രാക്ട് ആണ്. നമ്മൾ ബാങ്കിനോട് പറയുകയാണ്, ഞാൻ ഇത്ര നാളത്തേക്ക്, 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഞാൻ ഈ പൈസ അല്ലെങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷുവറിറ്റി ഉണ്ട് ബാങ്കിന്. കാരണം ബാങ്കിനെ സംബന്ധിച്ചോളം അതൊരു ലയബിലിറ്റിയാണ്, തിരിച്ച് നമുക്ക് തരേണ്ടതാണ്. അപ്പോൾ അതിനൊരു ബെറ്റർ റിട്ടേൺ നമുക്ക് അവർ ഓഫർ ചെയ്യുന്നു. അത് എഫ് ഡി റേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്, നോർമൽ സേവിങ്സ് ബാങ്ക് റേറ്റും അല്ലെങ്കിൽ ഒരു എഫ് ഡി റേറ്റും. എങ്ങനെയാണ് ബാങ്ക് ഈ പണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നത്? ബാങ്കിന്റെ കയ്യിൽ ഇന്ന് മാത്രം പണം ഇരിക്കുകയല്ലോ എല്ലാവർക്കും. ഇന്ത്യയിലെ ട്രില്യൺസ് ഓഫ് INR ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലുമായിട്ട് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് അൺഫോർച്ചുനേറ്റ്ലി എന്ന് തന്നെ ഞാൻ പറയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു എഫക്ട് പലർക്കും അറിയില്ല, എങ്ങനെയാണ് തങ്ങളുടെ സമ്പാദ്യത്തിൽ അഫക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് അസറ്റ് ക്ലാസുകളിലൊന്നും ആരും ശ്രദ്ധിക്കാറില്ല, പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അൺഫോർച്ചുനേറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഒരു ബാങ്ക് തങ്ങളുടെ ഡെപ്പോസിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ബാങ്കിങ് ബിസിനസ് എന്താണെന്ന് അറിയണം. എന്താണ് ബാങ്കിങ് ബിസിനസ്? ജനറലി സ്പീക്കിംഗ് ബാങ്ക്സിന്റെ ഒക്കെ റോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ആണ്. എന്താണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ? സർപ്ലസ് ക്യാഷ് ഉള്ളവരുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്ക് സ്വീകരിക്കുകയും പണം ആവശ്യമുള്ളവർക്ക് പണലഭ്യത ഉറപ്പുവരുത്തുകയുമാണ് ഒരു ബാങ്കിന്റെ റോൾ. സിമ്പിളായി പറഞ്ഞാൽ സർപ്ലസ് ക്യാഷ് ഉള്ളവരുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് പണം സ്വീകരിക്കുകയും പണം ആവശ്യമുള്ളവർക്ക് പണലഭ്യത ഉറപ്പുവരുത്തുകയുമാണ് ഒരു ബാങ്കിന്റെ റോൾ.
അഥവാ ബാങ്ക് ലെൻഡ് ചെയ്യുകയാണ് പണം ആവശ്യമുള്ളവർക്ക്. അത് ഇൻഡിവിജ്വൽസ് ആവാം, കോർപ്പറേറ്റ്സ് ആവാം, ഈവൻ ഗവൺമെന്റ്സ് ആകാം. ഹ്യൂജ് പ്രൊജക്ട്സിനൊക്കെ ഫൈനാൻസ് ചെയ്യുന്ന ഇതുപോലുള്ള ബാങ്ക് ലോൺ വഴി ആയിരിക്കും. സോ ഓരോ ബാങ്കും പണം ആവശ്യമുള്ളവർക്ക് ലെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നു. ഹോം ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ലോൺ, ഇങ്ങനെയുള്ള പല വിധത്തില് പല ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും. ഒരു ഹോം ലോൺ ആണെങ്കിൽ അറൌണ്ട് 10% ആയിരിക്കും. വെഹിക്കിൾ ലോൺ ആണെങ്കിൽ അറൌണ്ട് 12 to 13% ആയിരിക്കും. പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ടോട്ടലി അൺസെക്യൂർഡ്, ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റോ മറ്റോ ഒക്കെ കാണിച്ചിട്ടായിരിക്കും. പക്ഷേ അതിനൊരു കൊളാട്രൽ ഇല്ല. ഹോം ലോൺ പോലെയുള്ളവരോ അല്ലെങ്കിൽ വെഹിക്കിൾ പോലുള്ള ഒരു കൊളാട്രൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അൺസെക്യൂർഡ് ലോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കൂളായിരിക്കും. മേ ബി 18% ഒക്കെ ഉണ്ടാവും ഇന്ത്യയിൽ. ഇതേപോലുള്ള ലോൺ ആണ് ബാങ്കുകൾ കൊടുക്കുന്നത്. അതിൽ നിന്നും അവർക്കൊരു ഇൻട്രസ്റ്റ് തിരികെ കിട്ടുന്നു. ഇത് നമ്മൾ കൊടുത്ത ഡെപ്പോസിറ്റ് ആണ് വീണ്ടും ലോൺ ആയിട്ട് ബാങ്ക് ലെൻഡ് ചെയ്യുന്നത്. സോ ബാങ്കിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആണ്. നമ്മൾക്ക് തരുന്ന ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് 6% ആണ്. 6 to 6.5% ആണ് കറണ്ട് ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അറൌണ്ട് 6.5 to 6.75% ഉണ്ട് ആക്ച്വലി. എന്നാൽ ലെൻഡ് ചെയ്യുന്ന ഇവർ 10% എബവ് ആയിരിക്കും. 9 to 10% എങ്കിലും മിനിമം ഉണ്ടാവും. ഈ ഒരു ഡിഫറൻസ് നമ്മളിപ്പോ ഏതൊരു ബാങ്കിലും നോർമലി എവറി ക്വാർട്ടർ അവരുടെ പ്രവർത്തന ഫലം റിലീസ് ചെയ്യാറുണ്ട്, ക്വാർട്ടർലി റിസൾട്ട്സ്. ഇതിനകത്തൊരു മെയിൻ ലൈൻ ഐറ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണാം, NII, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. ഇതാണ് ബാങ്കിന്റെ കോർ ആക്ടിവിറ്റി അല്ലെങ്കിൽ കോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഡെപ്പോസിറ്റേഴ്സിന് ബാങ്ക് കൊടുക്കുന്നത് അതൊരു ലയബിലിറ്റി ആണ്. 6% അല്ലെങ്കിൽ 6.5% ആണ് നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് മേൽ ബാങ്ക് തരുന്നതെങ്കിൽ 10% to 15% ഒക്കെ പല തരത്തിലുള്ള ലോൺ ആയിട്ട് അവര് ബാങ്ക് ലെൻഡ് ചെയ്യുന്നു. ഈ ഒരു മാർജിൻ, ഇൻട്രസ്റ്റിന്റെ മാർജിൻ, ദാറ്റ് ഈസ് ബാങ്കിങ് ബിസിനസ്. അതിന്റെ ബാങ്കിന്റെ കോർ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻകം. റൈറ്റ്? നൗ ഒരു ബാങ്കിന് ഈ എൻറ്റയർ ഡെപ്പോസിറ്റ് മണി എടുത്തെങ്കിൽ ലെൻഡ് ചെയ്യാൻ പറ്റുമോ? നോ, പറ്റില്ല. ഇതിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഏതൊരു രാജ്യത്തെയും സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ കേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുന്ന എൻറ്റയർ മണി എടുത്ത് ലെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ചില റേഷ്യോസ് അല്ലെങ്കിൽ കരുതൽ ധനശേഖരം റിസർവ് ബാങ്കിൽ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. മെയിൻ ആയിട്ട് 2 റിസർവ് റേഷ്യോസ് ആണുള്ളത്. ഒന്ന് CRR, 2 SLR. CRR എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ നിലവിലെ CRR എന്ന് പറയുന്നത് 3% ആണ്. നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം. അത് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയാൽ മതി, rbi.org.in. ഇതിന്റെ അകത്ത് റിസർവ് റേഷ്യോസ് കാണാം. ഇതിന്റെ നിലവിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3%. ടോട്ടൽ ഡെപ്പോസിറ്റ് 3% റിസർവ് ബാങ്കിൽ കരുതൽ ധന ആയിട്ട് കീപ്പ് ചെയ്യണം. CRRന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ടാണ്. NDTL എന്ന് പറയും, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. എന്താണ് ഡിമാൻഡ് ലയബിലിറ്റി, എന്താണ് ടൈം ലയബിലിറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് നിക്ഷേപിക്കുന്നത് 2 ഉദ്ദേശത്തിലാണ്. 2 തരത്തിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നോർമൽ ഡെപ്പോസിറ്റാണ്. അത് നമുക്ക് എപ്പം വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതിനാണ് ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അഥവാ ഒരു കസ്റ്റമർ കുറച്ച് പണം തന്റെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ആ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും 24/7 വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അതിനുള്ള പണം ആവശ്യത്തിന് ATMലോ അല്ലെങ്കിൽ ബാങ്കിലോ ഉണ്ടാവണം. അതിനാണ് ഡിമാൻഡ് ലയബിലിറ്റി. ഡിമാൻഡ്, ഓൺ ഡിമാൻഡ് നമ്മൾ കൊടുക്കണം. ഓൺ ഡിമാൻഡ് ബാങ്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള പണം കീപ്പ് ചെയ്യണം. 2 ടൈം ലയബിലിറ്റി ആണ്. ടൈം ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ബാങ്കിന് കറക്റ്റായിട്ട് അറിയാം അവരുടെ ടോട്ടൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്രയുണ്ട്, 1 ഇയറിലേക്കുള്ള എത്രയുണ്ട്, എന്നൊക്കെയാണ്, ഏതൊക്കെ ഡെയിലി അതിന് മെച്യൂരിറ്റി വരും അല്ലെ. ഓരോരുത്തരും ഓരോ ദിവസമായിരിക്കും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ CRR എന്ന് പറഞ്ഞ റേഷ്യോ റിസർവ് ബാങ്ക് മാൻഡേറ്ററി ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് എല്ലാ ബാങ്കുകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നിലവിൽ 3% ആണ്. രണ്ടാമത്തെ റേഷ്യോ ആണ് SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത് വളരെ കീ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. SLR എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്.
ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പണലഭ്യത കൂട്ടുവാനും കുറയ്ക്കാനും ആയിട്ടുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ SLR എന്ന് പറയുന്നത്. അതിന്റെ നിലവിലെ റേഷ്യോ എന്ന് പറയുന്നത് 18% ആണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നോർമലി ബാങ്കുകൾ അല്ലെ റിസർവ് ബാങ്ക് SLR കൂട്ടുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പണലഭ്യത കുറയുന്നു, അതുകൊണ്ട് തന്നെ പണപ്പെരുപ്പവും കുറയുന്നു. പണപ്പെരുപ്പം വളരെ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് SLR കുറയ്ക്കുന്നു. അപ്പോൾ തന്നെ ഇഷ്ടംപോലെ പണം അവൈലബിൾ ആവുന്നു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ. സോ ഇതൊരു ഇമ്പോർട്ടന്റ് റേഷ്യോ ആണ്. സോ ഒരു ബാങ്കിന്റെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ആണ്. നൗ കമ്മിങ് ടു മണി മാർക്കറ്റ്സ്. എന്താണ് മണി മാർക്കറ്റ്സ്? മണി മാർക്കറ്റ്സ് ബേസിക്കലി ഹോൾസെയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാർക്കറ്റ്സ് ഫോർ ക്യാഷ് ആണ്. ഷോർട്ട് ഡേറ്റഡ് ആയിട്ടുള്ള നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയും ട്രേഡ് ചെയ്യുകയുമാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് 1 year ആയിരിക്കും. ഏതാനും ദിവസങ്ങൾ മുതൽ 1 month, 3 months അല്ലെങ്കിൽ 6 months അപ് ടു 1 year വരെയുള്ള ഷോർട്ട് ടേം ലോണിനാണ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെറ്റ് അസറ്റ്സ് ആണ് ഈ പറഞ്ഞ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. മേജർ ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രഷറി ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ. എന്താണ് ട്രഷറി ബിൽ? ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും, അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഒരു 5,000 crores പെട്ടെന്നുള്ള ഒരു റിക്വയർമെന്റ് വന്നു. എന്തു ആകാം, ലിക്വിഡിറ്റി റിക്വയർമെന്റ് വന്നു 5,000 crores. സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് RBI ഇൻഫോം ചെയ്യുന്നു, RBI ബാങ്ക്സിനെ ഇൻഫോം ചെയ്യുന്നു, ബാങ്ക്സിൽ നിന്ന് 5,000 crores കളക്ട് ചെയ്യുന്നു. ഇത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്, അതായത് സോവറിൻ ഡെറ്റ് ആണ്, അത് 100% സെക്യൂർഡ് ആണ്. അതിന് പകരമായിട്ട് ബാങ്കുകൾക്ക് RBI ട്രഷറി ബിൽസ് അഥവാ ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. സിമ്പിൾ. ഇത് 1 month ആകാം, അല്ലെങ്കിൽ 15 days ആകാം, 3 months ആകാം, അപ് ടു 1 year ആണ് ഈ ട്രഷറി ബിൽസിന്റെ എല്ലാം ടെന്യൂർ എന്ന് പറയുന്നത്. ഇത് 100% സെക്യൂർഡ് ആയിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ത്രൂ ബാങ്ക്സ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിനൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഫിക്സഡ് ഇൻട്രസ്റ്റിന് പറയുന്ന പേരാണ് കൂപ്പൺ. ആ ഫിക്സഡ് കൂപ്പൺ നമുക്ക് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. CDS ഇഷ്യൂ ചെയ്യുന്നത് അഥവാ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. റിസർവ് ബാങ്കിന് അല്ലെങ്കിൽ ബാങ്കിന്റെ നിയന്ത്രണത്തിന് വിധേയമായി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു ബാങ്കുമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ബാങ്കിന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ICICI ബാങ്ക്, പ്രൈവറ്റോ പബ്ലിക് സെക്ടറോ, അവർക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് വന്നു, 500 crores അല്ലെങ്കിൽ 5,000 crores, വാട്ട് എവർ എമൗണ്ട്. അവര് ഏതെങ്കിലും ഒരു ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്രോച്ച് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി മ്യൂച്വൽ ഫണ്ട് ഓൾസോ. ആ മ്യൂച്വൽ ഫണ്ട് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് റിസ്ക് ഫ്രീ ആണ് ടോട്ടലി. ആ മ്യൂച്വൽ ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ ഈ ഒരു ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെൻഡ് ചെയ്യുന്നു, ആ ബാങ്ക് അതിന് പകരം ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കൊടുക്കും. നമ്മളൊക്കെ തന്നെ FD ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്, ഒരു പ്രോമിസറി നോട്ട്. ഇതൊക്കെ ഷോർട്ട് ടേം ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഷോർട്ട് ഡേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. 1 month ആവാം, 2 months ആവാം, ഇതുപോലെ തന്നെ അപ് ടു 1 year ആവാം. സോ ബാങ്ക്സ് ആണ് ബേസിക്കലി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതും ടോട്ടലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. തേർഡ് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇത് ആദ്യം പറഞ്ഞ രണ്ടിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. കാരണം ഇത് ഇഷ്യൂ ചെയ്യുന്നത് നോർമലി ഒരു കോർപ്പറേറ്റ് ആയിരിക്കും. ഇതൊരു ബാങ്ക് അല്ല, അത് ബാങ്കിൽ തന്നെ പബ്ലിക് സെക്ടറോ പ്രൈവറ്റ് സെക്ടറോ അല്ല, ഒരു ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബില്ലോ പോലെയല്ല. എന്നാൽ ഇതൊരു കോർപ്പറേറ്റ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ ഇന്ത്യയിലെ ഒരു ലാർജ് കോർപ്പറേറ്റ്, റിലയൻസ് ഇൻഡസ്ട്രി ആവാം, ഇൻഫോസിസ് ആവാം, TCS ആവാം, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ലാർജ് കോർപ്പറേറ്റ്, അവർക്കൊരു ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി റിക്വയർമെന്റ് ഉണ്ട്. സേ 200 crores അല്ലെ 300 crores അല്ലെ 100 crores 30 days മതി അല്ലെ 60 days മതി. അവർ ഇതുപോലെയുള്ള ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് ലെൻഡ് ചെയ്യുന്നു. വെറുതെ അല്ല ലെൻഡ് ചെയ്യുന്നത്. ലെൻഡ് ചെയ്യണമെങ്കിൽ ഏത് ലാർജ് കോർപ്പറേറ്റ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഡ്യൂ ഡിലിജൻസ് ഈ പറഞ്ഞ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തും. 3 വർഷത്തെ P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും
അതുപോലെ തന്നെ എന്തിനാണ് ഇവരുടെ നീഡ്, ലിക്വിഡിറ്റി റിക്വയർമെന്റ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാഡറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കവർ ചെയ്യാനായിട്ടാണോ എന്നുള്ള ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അനാലിസിസ് നടത്തിയിട്ടായിരിക്കും ഇതുപോലുള്ള ഈ പറഞ്ഞ ഒരു കോർപ്പറേറ്റിന് ഇതുപോലുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള ലോണ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പം ഒരു കോർപ്പറേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ട്രഷറി ബിൽ എന്ന് നമുക്ക് പറയാം. ഇതൊരു ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബില്ലിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കമ്പനി ഇത് റിസ്ക് ആണോ? ഇതൊരു കോർപ്പറേറ്റ് ആണ്, ഡിഫോൾട്ട് വരാം. ചാൻസസ് വളരെ വളരെ കുറവാണ്. കഴിഞ്ഞ ഒരു 20-30 വർഷം എടുത്തു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ഡിഫോൾട്ട്സ് മാത്രമേ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. അതും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും മറ്റ് പല ഇൻസൈഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരു ലാർജ് നോൺ കോർപ്പറേറ്റിനും ഇതുപോലുള്ള ഡിഫോൾട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയും കുറവാണ്. എന്നിരുന്നാൽ പോലും ഇതൊരു ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല, റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതല്ല, ഒരു കോർപ്പറേറ്റ് ആണ്, ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ അതൊരു 100% സെക്യൂർഡ് ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു ഹോൾസെയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. എന്നിരുന്നാൽ പോലും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്കും ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഡയറക്റ്റ് അല്ല, ത്രൂ മണി മാർക്കറ്റ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്. എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും മണി മാർക്കറ്റ് ഫണ്ട്സ് ഉണ്ട്. ഈ മണി മാർക്കറ്റ് ഫണ്ട്സിൽ അതായത് മണി മാർക്കറ്റ് മാനേജേഴ്സ്, മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ട്രഷറി ബിൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെറ്റിലൊക്കെ തന്നെയാണ്. ഇതിലൂടെയും ഒരു ഡീസന്റ് ആയിട്ടുള്ള ബെറ്റർ ദാൻ FD റേറ്റ് തീർച്ചയായിട്ടും ഒരു 7-8-9% ഒക്കെ ഈസി ആയിട്ടും മണി മാർക്കറ്റ് ഫണ്ട്സിലൂടെ, അല്ലെങ്കിൽ ഒരു 7% എങ്കിലും തീർച്ചയായിട്ടും മണി മാർക്കറ്റ് ഫണ്ട്സിലൂടെയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ്. നൗ വിൽ ഗോ ടു ദ സെക്കൻഡ് അസറ്റ് ക്ലാസ്, ബോണ്ട്സ്. എന്താണ് ബോണ്ട്? ബോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഡെറ്റ് സെക്യൂരിറ്റിയാണ്. കടപ്പത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊരു ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പണം കടം കൊടുക്കുന്ന ആർക്കായിരിക്കും? അത് സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, മുനിസിപ്പാലിറ്റി ആവാം, ഇങ്ങനെ കോർപ്പറേറ്റ് ആവാം. സോ സെൻട്രൽ ഗവൺമെന്റ് ബോണ്ട് ഉണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് ഉണ്ട്, ടാക്സ് ഫ്രീ ബോണ്ട് ഉണ്ട്, മുനിസിപ്പൽ ബോണ്ട്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ബോണ്ട്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ബോണ്ട്സ് ഉണ്ട്. എന്താണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള ബെനിഫിറ്റ്? ഈ ബോണ്ട് എന്ന് പറയുന്നതിന്റെ പീരിയോഡ് അല്ലെങ്കിൽ ടെന്യൂർ എന്ന് പറയുന്നത് കുറെ കൂടെ ലോങ് ടേം ആയിരിക്കും. നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് തന്നെയാണ്. അതിന് കൂപ്പൺ എന്ന് പറയും. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ മുമ്പേ കണ്ടു. അതെന്ന് പറയുന്നത് ലെസ് ദാൻ എ ഇയർ ആയിരിക്കും അതിന്റെ ടെന്യൂർ. മാക്സിമം എന്ന് പറയുന്നത് 365 ഡേയ്സ് ആയിരിക്കും. പക്ഷെ ഇത് ബോണ്ട് എന്ന് പറയുന്നത് നോർമലി മോർ ദാൻ എ ഇയർ ആയിരിക്കും. ഗവൺമെന്റ് ബോണ്ട്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി വളരെ ലോങ് ആയിരിക്കും, മേ ബി 7 ഇയർ 10 ഇയർ. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഓരോ പ്രൊജക്ട് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. മിക്കവാറും പ്രോജക്ട്സ് ഒക്കെ, ലാർജ് ഹ്യൂജ് പ്രോജക്ട്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോണ്ട്സിലൂടെ തന്നെ പണം റേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഉദാഹരണത്തിന് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതിന്റെ പല പ്രോജക്ട്സ് ലോകം ഇന്ത്യയിൽ മുഴുവൻ അങ്ങോളം ഇങ്ങോളം NHAIയുടെ വളരെ വലിയ പ്രോജക്ട്സ്, റോഡ് പ്രോജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടണലായിരിക്കാം, അങ്ങനെ പല പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്ന ഇതുപോലുള്ള ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. 7 ഇയർ അല്ലെങ്കിൽ 10 ഇയർ ഒക്കെ ആയിരിക്കും അതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. നോർമലി ഒരു 7 to 7.5% ആണ് കറണ്ട് ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത്. ബോണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിന് ഈൽഡ് എന്നാണ് പറയുന്നത്. ഒരു ഫിക്സഡ് ടൈമിലാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഗവൺമെന്റ് ബോണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് ആണ് എങ്കിൽ തീർച്ചയായിട്ടും 100% സെക്യൂർ ആയിരിക്കും. അതിന്റെ എൻഡ് ഓഫ് ദി ടൈം നമുക്ക് നമ്മളുടെ ക്യാപിറ്റൽ മുഴുവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ ഫിക്സഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ എന്ന് പറയുന്നത് മേ ബി ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി ആയിരിക്കും നമ്മൾക്ക് കൂപ്പൺ ആയിട്ടും കിട്ടുന്നത്. കോർപ്പറേറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സും ഉണ്ട്. അത് ഒബ്വിയസ്ലി റിസ്കിയാണ്. ഡിഫോൾട്ട് വരാം, ഡിഫോൾട്ട് നടന്നിട്ടുണ്ട്. സോ അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഇതിനൊക്കെ നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ്, ഫിച്ച്, മൂഡീസ് ഇതുപോലുള്ള റേറ്റിംഗ് ഏജൻസീസ് ആണ് കോർപ്പറേറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഈ റേറ്റിംഗ്സ് ഒക്കെ ഈ ബോണ്ടിന്റെ റേറ്റിംഗ്സ് ഒക്കെ നടത്തുന്നത്. AAA അല്ലെങ്കിൽ AA, BBB, ഇങ്ങനെയുള്ള പല റേറ്റിംഗ്സ് ആണ്
അത് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ നല്ല ഡെറ്റ് ഫണ്ട്സിലൂടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എക്സ്പോഷർ എടുക്കാവുന്നതാണ്. ഒരു 8%, 7 to 7.5, 8% ഈസി ആയിട്ട് നമുക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കമ്പയർഡ് ടു 6 അല്ലെങ്കിൽ 6.5% വാട്ട് വി ആർ ഗെറ്റിംഗ് ഫ്രം ബാങ്ക്സ് FD റേറ്റ്. സോ അതും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. ബോണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ടേംസ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഇൻവെസ്റ്റർ ആ ഇഷ്യൂർക്ക് കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ ഒരു എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഈ ഒരു ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരികെ കിട്ടുന്നതാണ്. രണ്ട് എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റ്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. ബോണ്ടിൽ നിന്ന് കിട്ടുന്നതാണ് അതിന് കൂപ്പൺ എന്നാണ് പറയുന്നത്, സെയിം ആസ് ഇൻട്രസ്റ്റ്. മൂന്നാമത് റിഡംഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മെച്യൂരിറ്റി ആണ്, എന്നാണ് റിഡീം ചെയ്യാൻ സാധിക്കുന്നത്. 10 year ബോണ്ട് ആണെങ്കിൽ 2030 മെച്യൂരിറ്റി ഉള്ള ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2030 അതിന് മെച്യൂർ ആകുന്നത്, റിഡീം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തിരികെ കിട്ടുന്നത്. ഫോർത്ത് ഈസ് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ ആണ്, അതാണ് ഈൽഡ് ടു മെച്യൂരിറ്റി. ഈ പറയുന്ന 4 ടേംസ് ആണ് നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ടേംസ്. ഡിഫറെന്റ് ആസറ്റ് ക്ലാസസ് എന്ന ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ലെങ്തിയുമാണ്. സോ ഇതൊരു 2 പാർട്ടായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഈ 2 ആസറ്റ് ക്ലാസ്സിൽ നമുക്ക് നിർത്താം. ബാക്കിയുള്ള 5 ആസറ്റ് ക്ലാസും അടുത്ത പാർട്ടിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും നോട്ടിഫിക്കേഷനും ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അടുത്ത സെഗ്മെന്റിൽ കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.